ഹലോ, വെൽക്കം ടു സുജാസ് കിച്ചൺ. ഇന്ന് നമ്മളൊരു ഊത്തപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനാദ്യമായിട്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾ മിക്സ് റെഡിയാക്കി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ക്യാരറ്റ്, കുറച്ച് സവോള, കുറച്ച് ക്യാപ്സിക്കം, പിന്നെ കറിവേപ്പില, മല്ലിയില, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ തക്കാളി ഇടുന്നവർക്ക് തക്കാളി ഇടാം, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ബീൻസൊക്കെ പോലെയുള്ള വെജിറ്റബിൾസ് ഇഷ്ടമുള്ളവർക്ക് അതിടാം. സ്പ്രിംഗ് ഒനിയൻ ഇടാം, അതൊക്കെ ഇടാറുണ്ട് സാധാരണ. ഞാൻ ഇത്ര ഇട്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ സവോള മാത്രമായിട്ടും ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഇഡ്ഡലി മാവ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ മാവ് കലക്കിയിട്ട് അതൊഴിച്ച് ഈ മിക്സ് അതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ വേണോ അത്രയും ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞ് നല്ലെണ്ണയാണ് സാധാരണ ഇതിന് വേണ്ടിയിട്ട് ഊത്തപ്പത്തിനൊക്കെ യൂസ് ചെയ്യാറ്. നല്ലെണ്ണ ഒഴിക്കുമ്പോഴാണ് അതിന് കറക്റ്റ് ആ ഒരു തമിഴ്നാടിൻ്റെ ഒരു ടേസ്റ്റ് വരിക. ഇത് ശരിക്കും ഒരു തമിഴ്നാടൻ റെസിപ്പിയാണ്. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കുക. അല്ല, ഇനിയിപ്പോൾ നെയ്യ് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ ബട്ടർ ഇഷ്ടമുള്ളവർക്ക് ബട്ടർ യൂസ് ചെയ്യാം. പക്ഷേ നല്ലെണ്ണയാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ്. എന്നിട്ട് അത് അടച്ച് വെച്ച് വേവിക്കണമെങ്കിൽ അങ്ങനെ വേവിക്കാം. അപ്പോൾ പിന്നെ മറിച്ചിടേണ്ട ആവശ്യമില്ല. ഞാനിവിടെ അങ്ങനെ തുറന്ന് വെച്ചിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മറിച്ചിട്ടിട്ടാണ് എനിക്ക് രണ്ട് സൈഡും വേവുന്നതാണ്, കറക്റ്റായിട്ട് വേവുന്നതാണ് ഒന്നും കൂടെ ഇഷ്ടം. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ മറിച്ചിട്ട് എടുത്ത് അതിൻ്റെ കൂടെ ഉള്ളിച്ചട്നി വേണമെങ്കിൽ ഉള്ളിച്ചട്നി ഉണ്ടാക്കാം. തക്കാളി ചട്നി ഇഷ്ടമുള്ളവർക്ക് തക്കാളി ചട്നി ചെയ്യാം. ഇനി തേങ്ങ ചട്നി കട്ടയിട്ട് നമ്മൾ ഉഴുന്ന് വടക്കൊക്കെ ഉണ്ടാക്കുന്ന ചട്നി ഉണ്ടല്ലോ, അങ്ങനെ ആ ചട്നി ചെയ്യുകയാണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ.